ഒരു പരീക്ഷണശാലയിൽ സ്ഥാപിച്ചിരുന്ന വലിയ ഗ്ലാസ് ടാങ്കിൻ്റെ ഒരു വശത്ത് ഒരു വലിയ മീനിനെയും മറുവശത്ത് ധാരാളം ചെറുമീനുകളെയും ഇട്ടു. അതിനുശേഷം അവയെ വേർതിരിക്കാനായി നടുവിലായി ഒരു ഗ്ലാസും സ്ഥാപിച്ചു. ആ വലിയ മീൻ ചെറിയ മീനുകളെ കണ്ട മാത്രയിൽ അവയെ ഭക്ഷണമാക്കാം എന്ന് കരുതി വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് വന്നു. എന്നാൽ അതിന് ആ ഗ്ലാസ്സിൽ വന്നിടിച്ച് തിരിച്ചു പോകേണ്ടി വന്നു. അത് വീണ്ടും വീണ്ടും അതിശക്തമായി ശ്രമിച്ചെങ്കിലും ഓരോ തവണയും ഗ്ലാസ്സിൽ വന്നിടിച്ച് ശ്രമം ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഒരു ഘട്ടത്തിൽ അതിശക്തമായി ആ ഗ്ലാസ്സിൽ വന്നിടിച്ച് മീനിൻ്റെ തലയ്ക്ക് പരിക്കേൽക്കുകയുണ്ടായി. പതിയെ പതിയെ അതിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നുകൂടി: എനിക്ക് ഒരിക്കലും ആ ചെറുമീനുകളെ ഭക്ഷണമാക്കാൻ കഴിയില്ല. കുറേ നാളുകൾക്ക് ശേഷം ആ പരീക്ഷണശാലയിലെ ആളുകൾ മീനുകളെ വേർതിരിച്ചിരുന്ന ഗ്ലാസ് പാർട്ടീഷൻ എടുത്തു മാറ്റി. ഇപ്പോൾ ചെറിയ മീനുകൾക്ക് സ്വാതന്ത്ര്യമായി ആ ഗ്ലാസ് ടാങ്കിനുള്ളിൽ സഞ്ചരിക്കാം എന്ന അവസ്ഥയായി. പക്ഷേ വലിയ മീൻ ആ ചെറിയ മീനുകളെ ഒരിക്കലും ഭക്ഷണമാക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അവർ അവൻ്റെ കണ്ണിൽ പെട്ടതുപോലുമില്ല. കാരണം ആ വലിയ മീനിൻ്റെ മനസ്സിൽ ഇത്തരത്തിലൊരു വിശ്വാസം ഉറച്ചിരുന്നു: ആ ഗ്ലാസ് പാർട്ടീഷൻ തകർത്ത് തനിക്ക് ഒരിക്കലും ആ ചെറുമീനുകളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ല. ദിവസങ്ങൾ കടന്നു പോവുകയും തൻ്റെ മുന്നിൽ ആഹാരമാക്കാൻ സാധിക്കുന്ന ചെറുമീനുകൾ ഉണ്ടായിരുന്നിട്ട് കൂടി ആ വലിയ മീൻ വിശന്നു മരിച്ചു. ഏതാനും ശ്രമങ്ങൾക്ക് ശേഷം നമുക്ക് സാധിക്കില്ല എന്ന് മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചാൽ പിന്നീട് അക്കാര്യത്തിൽ ജയം നേടുക അസാധ്യമായി തീരും. അതുകൊണ്ട് നമ്മുടെ പരിശ്രമങ്ങൾ ഒരിക്കലും കൈവിടരുത്. പലതവണ പരാജയപ്പെട്ടാലും വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കാൻ മനസ്സുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം.